ക്യാപ്റ്റൻ സ്ഥാനവും വേണ്ട, വൈസ് ക്യാപ്റ്റനും വേണ്ട. ഇപ്പം ഇനി വരാൻ പോകുന്ന 3 സീരീസുകളിൽ T20, ഇംഗ്ലണ്ടും അയർലൻഡും ഏഷ്യൻ ഗെയിംസും, ഇതിനകത്ത് സഞ്ജു ടീമിൽ ഉൾപ്പെടുന്നുണ്ട്. ഈ 3 സീരീസിലും കളിപ്പിച്ചാൽ മാത്രം മതി. ആര് എന്തൊക്കെ ഫേവറിസം കളിച്ചാലും ഈ ടീമിൽ പെട്ട് കഴിഞ്ഞാൽ സംഭവം പിന്നെ നമ്മുടെ ചെക്കൻ കാര്യം നോക്കിക്കോളും, അടിപൊളിയായിട്ട് കളിച്ചോളും. പക്ഷേ അവിടെ ഇപ്പോൾ വേറൊരു വള്ളിക്കെട്ട് വന്നിരുന്നത് വേറൊന്നുമല്ല, വൈഭവ് സൂര്യവംശിയോട് കൂടി ടീമിൽ വന്നിട്ടുണ്ട്. അപ്പോൾ ഓപ്പണിങ്ങിലേക്ക് ഇനി ഒടുക്കത്ത് കിട്ടിയിരിക്കും. അഭിഷേക് ശർമ്മ, സൂര്യവംശി, ഇഷാൻ കിഷൻ, സഞ്ജു സാംസൺ. ഇനി സൂര്യവംശിനെ വല്ലതും കൊണ്ടുവന്ന് ഓപ്പണിങ്ങിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ ഈ സീരീസുകളിൽ അവിടെ വീണ്ടും ചവിട്ടാൻ പോണത് സഞ്ജുവിനായിരിക്കും. ആര് വന്നാലും പോയാലും നമ്മുടെ ചെക്കനായിരിക്കും പണി കിട്ടാൻ പോണത്. അതാണ് എനിക്ക് മനസ്സിലാവാത്തത്. പിന്നെ ആകെയുള്ളൊരു പ്രതീക്ഷ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 2 ലെഫ്റ്റ് ഹാൻഡ് ബാറ്റ്സ്മാൻമാർ എന്തായാലും ഓപ്പൺ ചെയ്യില്ല. ഇപ്പോൾ സൂര്യവംശി വന്നാലും സൂര്യവംശിയും അഭിഷേക് ശർമ്മയും ഓപ്പൺ ചെയ്യില്ല. അതിന് ഇതിനു മുമ്പൊക്കെ അങ്ങനെ 2 ലെഫ്റ്റ് ഹാൻഡ് ബാറ്റ്സ്മാൻമാർ വന്നിട്ടുണ്ടെങ്കിൽ അമ്മയ്ക്ക് ഇന്ത്യയുടെ കഷ്ടകാലമാണ്. അതുകൊണ്ട് ലെഫ്റ്റ് ആൻഡ് റൈറ്റ് കോമ്പിനേഷനാണ് വരാൻ ചാൻസ് ഉള്ളൂ. അങ്ങനെ വന്നു കഴിഞ്ഞാലും ഇഷാൻ കിഷൻ അവിടെ ഉണ്ട്. അതുകൊണ്ടാണൊരു ഡൗട്ട്. അങ്ങനെ വന്നാലും കുഴപ്പമുണ്ടാവില്ല, മിക്കവാറും നമ്മുടെ സഞ്ജുവിനെ ആയിരിക്കും. അങ്ങനെ വരട്ടെ അല്ലേ. അങ്ങനെ വന്നു കഴിഞ്ഞാൽ സംഭവം അടിപൊളിയായിരിക്കും. നോക്കാം നമുക്ക് എന്താവും എന്നുള്ളത്.